ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, വന്ദേ മാതരം. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് സങ്കീർണമാക്കാതെ വളരെ ലളിതമായിട്ട് തന്നെ നമുക്കിതൊന്ന് പരിശോധിക്കാം. ചൈനയ്ക്ക് ഇന്ന് ഏകദേശം 300 J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുണ്ടെന്നാണ് വിവിധ പ്രതിരോധ വിലയിരുത്തലുകൾ പറയുന്നത്. ഇതിൽ ചില വിമാനങ്ങളെ ഇന്ത്യയെ ഫേസ് ചെയ്യുന്ന ടിബറ്റ്, ഷിൻജിയാങ് മേഖലകളിലെ എയർബേസുകളിലും കണ്ടിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്ക് ഇപ്പോഴും ഓപ്പറേഷണൽ 5th ജനറേഷൻ ഫൈറ്റർ വിമാനമില്ല. ഈ സാഹചര്യത്തിലാണ് IDRW ഒരു വാർത്ത നൽകിയത്. ഡിഫൻസ് സെക്രട്ടറി റൂൾസ് ഔട്ട് ന്യൂ സുക്കോയ് വേരിയൻസ്. ഇത് വായിച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും. ചൈനയ്ക്ക് 100 കണക്കിന് J-20 ഉണ്ടാകുമ്പോൾ ഇന്ത്യ സുക്കോയ് 57 പോലെ ഒരു ഇടക്കാല 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വേണ്ടാന്ന് വെച്ചോന്ന്. അതാണ് ഇന്നത്തെ വിഷയം. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ സങ്കീർണമായ ഒരു വിഷയത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സുക്കോയ് 57 ഇന്ത്യയുടെ ചർച്ചയിൽ എങ്ങനെ തിരിച്ചു വന്നു എന്ന് നോക്കാം. ഇന്ത്യയും റഷ്യയും ചേർന്ന് FGFA എന്ന 5th ജനറേഷൻ ഫൈറ്റർ പദ്ധതി നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സുക്കോയ് 57 അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇന്ത്യൻ വെർഷൻ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ സാങ്കേതികവിദ്യ കൈമാറ്റം, സ്റ്റെൽത്ത് നിലവാരം, എൻജിൻ, ഏവിയോണിക്സ്, ചെലവ്, ഇന്ത്യക്ക് ലഭിക്കുന്ന ഡിസൈൻ റോൾ, ഇതെല്ലാം സംബന്ധിച്ച സംശയങ്ങൾ വന്നു. ഒടുവിൽ 2018 ഇന്ത്യ പദ്ധതിയിൽ നിന്ന് പിന്മാറി. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. 2025 എയ്റോ ഇന്ത്യക്ക് ശേഷം റഷ്യ സുക്കോയ് 57 ഇന്ത്യക്ക് വീണ്ടും വളരെ ശക്തമായിട്ട് ഓഫർ ചെയ്തു. വെറുതെ വിമാനങ്ങൾ വാങ്ങുമെന്നല്ല റഷ്യ പറഞ്ഞത്. HALന്റെ നാസിക് ഫെസിലിറ്റി ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ സുക്കോയ് 57 നിർമ്മിക്കാമെന്നും ടെക്നോളജി ട്രാൻസ്ഫർ സമ്പൂർണ്ണമായിട്ട് നൽകാമെന്നും സോഴ്സ് കോഡ് നൽകി ഇന്ത്യൻ ആയുധങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നും മെയിൻ്റനൻസ് എക്കോസിസ്റ്റം ഇന്ത്യയിൽ തന്നെ സൃഷ്ടിക്കാമെന്നും അവർ പറഞ്ഞു. അപ്പോൾ പലരും ചിന്തിച്ചത് ഇങ്ങനെയാണ്: ആംക വരാനായിട്ട് വർഷങ്ങളെടുക്കും, അതുവരെ 2-3 സുക്കോയ് 57 സ്ക്വാഡ്രനുകൾ വാങ്ങി ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൂടെ? ഇത് യുക്തിസഹമായ ഒരു ചോദ്യമായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിലപാട് നമുക്ക് സമയക്രമത്തിലൊന്ന് നോക്കാം. 2026 മാർച്ചിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിനോട് സുക്കോയ് 57 കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് "വി ഹാവ് നോട്ട് ടേക്കൺ എ കോൾ ഓൺ ദിസ് യെറ്റ്" എന്നാണ്. അഥവാ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ യെസ്സുമല്ല നോയുമല്ല എന്ന നിലയിലായിരുന്നു. ആംകയാണ് ഇന്ത്യയുടെ പ്രധാന 5th ജനറേഷൻ പദ്ധതി എന്നും അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കി. അതുവരെ സുക്കോയ് 57 വാതിൽ പൂർണ്ണമായിട്ട് തുറന്നില്ലെങ്കിലും അടച്ചിട്ടുമില്ലായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പോഴത്തെ പുതിയ മണി കൺട്രോളിലെ ഇൻ്റർവ്യൂയിലേക്ക് വരാം. മണി കൺട്രോളിലെ ഇൻ്റർവ്യൂവിൽ ആദ്യം ആംകയെ കുറിച്ച് ചോദിക്കുന്നു. പ്രതിരോധ സെക്രട്ടറി പറയുന്നത് 3 കൺസോർഷ്യകളുണ്ട്, RFP റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് എന്നാണ്. TASL, LNT&BEL, ഭാരത് ഫോർജ് ആൻഡ് ഡാറ്റ പാറ്റേൺസ്, ഇവരാണ് പ്രധാന മത്സരാർത്ഥികൾ. 5 പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശം. ആദ്യ പ്രോട്ടോടൈപ്പ് 2028 ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയുടെ സ്വന്തം 5th ജനറേഷൻ ഫൈറ്ററിൻ്റെ ഭാവി ആംക തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്, ആംകായ്ക്ക് പുറമെ പുതിയ വിമാനങ്ങളായിട്ട് സുഖോയ് വാങ്ങുന്നതിനെ കുറിച്ച് എന്താണ് ചിന്ത? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആംകായ്ക്ക് പുറമെ പുതിയ സുഖോയ് എയർക്രാഫ്റ്റ് വാങ്ങുമോ എന്നതാണ് ചോദ്യം. ഇന്നത്തെ സാഹചര്യത്തിൽ പുതിയ സുഖോയ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സുഖോയ് 57 തന്നെയാണ്. അതിന് പ്രതിരോധ സെക്രട്ടറി നൽകിയ മറുപടി പുതിയ വേർഷനെ കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ നിലവിലുള്ള സുക്കോയ് 30 MKI വിമാനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്നത് സജീവമായിട്ട് പരിഗണിക്കുകയാണ്. തുടർന്ന് സുക്കോയ് 30 MKI ഒരു സക്സസ് സ്റ്റോറി ആണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ബ്രഹ്മോസ് കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തതോടെ വളരെ ശക്തമായ പ്ലാറ്റ്ഫോം, അതിനെ ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് സർക്കാർ നിലപാട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമുക്ക് IDRW വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. അവർ ഹെഡ്ലൈൻ കൊടുത്തത് ഇങ്ങനെയാണ്: ഡിഫൻസ് സെക്രട്ടറി റൂൾസ് ഔട്ട് ന്യൂ സുഖോയ് വേരിയൻസ്. ഈ ഹെഡ്ലൈൻ പൂർണ്ണമായിട്ടും തെറ്റാണോ? അല്ലല്ലോ. കാരണം പ്രതിരോധ സെക്രട്ടറി പുതിയ സുഖോയ് എയർക്രാഫ്റ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ സുഖോയ് 57 ഇന്ത്യയുടെ ആക്റ്റീവ് പ്രൊക്യൂർമെൻറ്റ് പ്ലാനിൽ ഇല്ല. പക്ഷേ IDRW പറഞ്ഞ റൂൾസ് ഔട്ട് എന്ന വാക്ക് കുറച്ച് കൂടിപ്പോയി. കാരണം ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമാണ്.
അല്ലാതെ സുഖോയ് 57 മോശമാണെന്നോ സുഖോയ് 57 പരിശോധിച്ച് ഞങ്ങൾ റിജക്റ്റ് ചെയ്തു എന്നോ ഇനി ഒരിക്കലും സുഖോയ് 57 വാങ്ങില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ IDRWയുടെ വാർത്തയുടെ തലക്കെട്ടിൻ്റെ ഡയറക്ഷൻ ശരിയാണ്, പക്ഷേ ഹെഡ്ലൈനിൽ അതിശക്തമായൊരു ഫൈനൽ ഡിസിഷൻ പോലെയാണ് അവർ കൊടുത്തത്. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ സുഖോയ് 57 ഇപ്പോൾ പദ്ധതിയിലില്ല, പക്ഷേ അതിൻ്റെ വാതിൽ എന്നേക്കുമായിട്ട് അടച്ചു എന്നും പറയാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ ഇപ്പോഴത്തെ വലിയ ചോദ്യം, ചൈനയ്ക്ക് ഏകദേശം 300 J-20 ഉണ്ടെങ്കിൽ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ഇതാണ് ഈ വിഷയം ഇത്രയധികം ഗൗരവമുള്ളതാക്കുന്നത്. ചൈന J-20 വെറും ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആക്കി വയ്ക്കാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ഓപ്പറേഷണൽ യൂണിറ്റ്സിലേക്ക് എണ്ണം കൂട്ടുന്നുണ്ട്. ഇന്ത്യ ഫേസ് ചെയ്യുന്ന മേഖലയിലും അത് ധാരാളമായിട്ട് വിന്യസിക്കുന്നുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, J-20 ഒറ്റയ്ക്കല്ല വരുന്നത്. അതിൻ്റെ കൂടെ KJ-500 പോലെയുള്ള എയർബോൺ ഏർലി വാർണിംഗ് എയർക്രാഫ്റ്റ്, ദീർഘദൂര PL-15 മിസൈലുകൾ, ഗ്രൗണ്ട് റഡാർ നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക്സ്, ഇതെല്ലാം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇതൊരൊറ്റ എയർക്രാഫ്റ്റിൻ്റെ കഥയല്ല, ഇത് ഒരു മുഴുവൻ നെറ്റ്വർക്ക്ഡ് കോമ്പാറ്റ് സിസ്റ്റമാണ്. ഇന്ത്യക്ക് ഓപ്പറേഷണൽ 5th ജനറേഷൻ ഫൈറ്റർ ഇല്ലല്ലോ. ആംകയുടെ പ്രോട്ടോടൈപ്പ് 2028 പറന്നാലും ടെസ്റ്റിങ്, വെപ്പൺ ഇൻ്റഗ്രേഷൻ, സർട്ടിഫിക്കേഷൻ, പ്രൊഡക്ഷൻ ഇതെല്ലാം കഴിഞ്ഞ് സ്ക്വാഡ്രൺ സർവീസിലേക്ക് വരാനായിട്ട് കൂടുതൽ വർഷങ്ങൾ പിന്നെയും വേണം. അതുകൊണ്ട് ഇന്ത്യക്കൊരു 5th ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ സുഖോയ് 57 എമർജൻസി സൊല്യൂഷൻ ആകാമായിരുന്നോ? തീർച്ചയായിട്ടും ആ രീതിയിൽ ചർച്ച നടന്നിട്ടുണ്ട്. റഷ്യയും അതേ ആംഗിൾ ഉപയോഗിച്ചാണ് ഓഫർ ശക്തമാക്കിയത്. ആംക വരുന്നത് വരെ ഞങ്ങളുടെ സുഖോയ് 57 ഉപയോഗിക്കൂ, പിന്നീട് അത് നമുക്ക് ഇന്ത്യയിൽ നിർമ്മിക്കാം, ടെക്നോളജി ട്രാൻസ്ഫർ നൽകാം, ഇതായിരുന്നു റഷ്യയുടെ മെസ്സേജ്. അപ്പോൾ ചിലർ പറഞ്ഞത് കുറച്ച് ഫ്ലൈ അവേ എയർക്രാഫ്റ്റ് ആദ്യം വാങ്ങി പിന്നെ ലോക്കൽ പ്രൊഡക്ഷനിലേക്ക് പോകാം എന്നാണ്. പക്ഷേ ഡിഫൻസ് സെക്രട്ടറിയുടെ ഏറ്റവും പുതിയ മണി കൺട്രോൾ ഇൻ്റർവ്യൂ പറയുന്നത് എന്താണ്? അത്തരമൊരു എമർജൻസി പ്രൊക്യൂർമെൻറ്റ് ഇപ്പോൾ ഒഫീഷ്യൽ ട്രാക്കിൽ ഇല്ല. സുഖോയ് 57 ഒരു ഓപ്ഷനായി ചർച്ചയിലുണ്ടായിരുന്നു, റഷ്യയുടെ ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ സർക്കാർ ഇത് ഫോർമൽ അക്വിസിഷൻ പ്രോഗ്രാം ആക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് എന്നുള്ള പഴയ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരാം സുഹൃത്തുക്കളെ. പക്ഷെ ഇവിടെ നേരെ ഒരു വിധി പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇന്ത്യൻ എയർഫോഴ്സ് സുഖോയ് 57 വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ബ്യൂറോക്രാറ്റ്സ് ഫയൽ തടഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇതുവരെ സുഖോയ് 57 വേണം എന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു 5th ജനറേഷൻ ഫൈറ്റർ ഞങ്ങൾക്ക് ഉടനെ വേണമെന്ന് ശക്തമായിട്ട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനെ നേരിട്ട് ഒരു ബ്യൂറോക്രാറ്റിക് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു ചോദ്യം ന്യായമാണ്. ഇന്ത്യയുടെ ഫൈറ്റർ പ്രൊക്യൂർമെൻറ്റിൻ്റെ ചരിത്രം നമ്മളൊന്ന് നോക്കണം. പഴയ MMRCA പദ്ധതി വർഷങ്ങളോളം നീണ്ടു. ഒടുവിൽ 126 എയർക്രാഫ്റ്റ് പ്രോഗ്രാം പൂർത്തിയാകാതെ 36 റഫേൽ വേറെ കരാറിലൂടെ വാങ്ങേണ്ടി വന്നു. MRF ഇപ്പോഴും നീളുകയാണ്. 114 റഫാൽ എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ കരാറിലൊന്നും ആയിട്ടില്ല. തേജസിൻ്റെ ഡെലിവറി കണ്ടമാനം വൈകി, ഇനിയും വൈകും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് കുറയുന്നു എന്നുള്ളത് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാം. ആംകൈക്ക് സമയം ഇനിയും ഒരുപാട് വേണം. ചൈന 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ എണ്ണം വേഗത്തിൽ കൂട്ടുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഇൻട്രീം സൊല്യൂഷൻ സംബന്ധിച്ച് പോലും സമയബന്ധിതമായ വ്യക്തമായ ഒരു ഇവാലുവേഷൻ ഇല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജിക് കോഷൻ മാത്രമാണോ, ഡിസിഷൻ ഡിലേ ആണോ എന്ന ചോദ്യം തീർച്ചയായിട്ടും ഉയരും. അതുകൊണ്ട് പ്രൊക്യൂർമെൻറ്റിലെ മന്ദഗതി വീണ്ടും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ ശരിയാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഏത് വഴിയിലാണ് മുന്നോട്ട് പോകുന്നത്? വളരെ വ്യക്തമാണ്. ഒന്ന്, ആംക, ഇന്ത്യയുടെ സ്വന്തം 5th ജനറേഷൻ ഫൈറ്റർ. 2, സുഖോയ് 30 MKI അപ്ഗ്രേഡ്, അതാണ് സൂപ്പർ സുഖോയ് പദ്ധതി. പുതിയ ഐസ റഡാർ, ഇംപ്രൂവ്ഡ് ഏവിയോണിക്സ്, മിഷൻ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, സെക്യൂർ ഡേറ്റ ലിങ്ക്സ്, അസ്ത്ര മിസൈലുകൾ, രുദ്രം മിസൈലുകൾ, ബ്രഹ്മോസ്, ഇതെല്ലാം ഉൾപ്പെടുത്തി സുഖോയ് 30 MKI ഫ്ലീറ്റിനെ ശക്തിപ്പെടുത്താനാണ് പദ്ധതി. ഇത് വളരെ പ്രധാനപ്പെട്ട അപ്ഗ്രേഡാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കണം, സൂപ്പർ സുഖോയ് ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ അല്ല. അത് J-20ക്ക് ഡയറക്റ്റ് 5th ജനറേഷൻ റീപ്ലേസ്മെൻറ്റും അല്ല. എന്നാൽ വലിയ റഡാർ, ലോങ് റേഞ്ച് വെപ്പൺസ്, ഇലക്ട്രോണിക് വാർഫെയർ, നെറ്റ്വർക്ക്ഡ് ഓപ്പറേഷൻസ് എന്നിവയിലൂടെ ഇന്ത്യയുടെ നിലവിലുള്ള കോമ്പാറ്റ് പവർ വളരെ ശക്തമാക്കാനായിട്ട് ഇതിന് സാധിക്കും. അതായത് 5th ജനറേഷൻ ഗ്യാപ്പ് പൂർണ്ണമായിട്ട് അടയ്ക്കില്ല, പക്ഷേ ആ ഗ്യാപ്പ് ഇന്ത്യക്ക് വളരെ അപകടകരമാകാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്കിതിൻ്റെ അവസാന വിധിയിലേക്ക് വരാം. IDRW വാർത്തയുടെ കോർ മെസ്സേജ് വളരെ ശരിയാണ്.
മണി കൺട്രോൾ ഇൻ്റർവ്യൂവിൽ പ്രതിരോധ സെക്രട്ടറിയോട് ആംകയ്ക്ക് പുറമെ പുതിയ സുഖോയ് എയർക്രാഫ്റ്റ് വാങ്ങുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി, പുതിയ വേർഷനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല, നിലവിലുള്ള സുഖോയ് 30 MK അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് സുഖോയ് 57 ഇപ്പോൾ ഇന്ത്യയുടെ ആക്റ്റീവ് പ്രൊക്യൂർമെൻറ്റ് റോഡ് മാപ്പിൽ ഇല്ല. പക്ഷേ അത് ശാശ്വതമായ റിജക്ഷൻ അല്ല. ഇന്ത്യൻ എയർഫോഴ്സ് സുഖോയ് 57 ഇതുവരെ റിജക്റ്റ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ശക്തമായിട്ട് വാദിക്കുകയോ അതിനുവേണ്ടി ശക്തമായ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയോ പോലും ഇന്ത്യൻ എയർഫോഴ്സും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ബ്യൂറോക്രാറ്റ്സ് സുഖോയ് 57 തടഞ്ഞു എന്ന് പറയുന്നതും ശരിയല്ല. റഷ്യയുടെ ഓഫർ ഇന്നും ശക്തമാണ്. ചൈനയുടെ J-20 ത്രെട്ട് യാഥാർത്ഥ്യമാണ്. ആംകയ്ക്ക് വർഷങ്ങൾ വേണം. അതുകൊണ്ട് ഫ്യൂച്ചർ സെക്യൂരിറ്റി സിറ്റുവേഷൻ മാറുകയോ ആംകയിൽ വലിയ ഡിലേ വരികയോ ചെയ്താൽ സുഖോയ് 57 വീണ്ടും എമർജൻസി ഓപ്ഷനായിട്ട് തിരിച്ചു വന്നേക്കാം. പക്ഷേ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് പ്രകാരം ഇന്നത്തെ നിലപാട് ലളിതമാണ്. ആംകയാണ് ഭാവി. സൂപ്പർ സുഖോയിയാണ് ഇപ്പോഴത്തെ ഉറപ്പായ ശക്തിവർദ്ധന. സുഖോയ് 57 ഇപ്പോൾ പദ്ധതിയിലില്ല. സുഹൃത്തുക്കളെ, ഇതാണ് ഈ വാർത്തയുടെ യഥാർത്ഥ ടേക്ക് ഹോം മെസ്സേജ്. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. ജയ് ഹിന്ദ്, വന്ദേ മാതരം.